ഇനി നമുക്ക് കാട്ടാക്കടയിലേക്ക് വരാം. കാട്ടാക്കടയുടെ നഗരവികസനം. എല്ലാ പ്രാവശ്യവും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ നഗരവികസനത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് വീണ്ടും ആ പ്രഖ്യാപനത്തിൽ തന്നെ അവിടെ ഒതുങ്ങി ചവറ്റുകുട്ടയിലേക്ക് പോകുന്നു എന്നൊരാക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. വീണ്ടും മൂന്നാമതും താങ്കൾ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് വീണ്ടും നഗരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. ശരിക്കും ഈ പറയുന്നതിനകത്ത് എന്താണ് ശരിയുള്ളത്, തെറ്റുള്ളത്? ഭരണത്തിൻ്റെയും നിയമപരമായ നടപടിക്രമങ്ങളുടെയും കാര്യത്തിൽ വലിയ ബോധ്യമില്ലാത്തവരാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കൂടുതലുള്ളത്. കാരണം അങ്ങനെ നിയമത്തിൻ്റെ പ്രയോഗം ജീവിതത്തിൽ വരുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, അത്തരം കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ചില നടപടിക്രമങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഇപ്പോൾ 2021 100 കോടി രൂപ അനുവദിച്ചു കാട്ടാക്കട ടൗൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അതിന് കാരണം 100 കോടി രൂപ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രത്യേക ടൗൺ വികസനത്തിന് വേണ്ടി അനുവദിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഓർക്കുന്ന കാര്യം, അന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആ വർഷം അനുവദിച്ച ഏറ്റവും വലിയ തുകയാണ്. കാലം 2021 കോവിഡ് കാലമാണ്. അതെ. അപ്പോൾ ആ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നു. ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയിൽ ചില കാര്യങ്ങൾ നടന്നു. കോവിഡ് കാലത്ത് തന്നെ ഞങ്ങൾ ആദ്യം ഫ്ലൈ ഓവറാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഒരു ഫ്ലൈ ഓവർ ആരംഭിച്ച് ചൂണ്ടുവര എത്തുന്നു. അപ്പോൾ മറ്റൊരു ചിറക്, ആ ഫ്ലൈ ഓവറിൻ്റെ ഒരു ചിറക് ജംഗ്ഷനിൽ നിന്ന് ചന്ത ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ കാട്ടാക്കടയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നു. നെയ്യാലാം മണ്ഡപത്തിങ്കട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും നെടുവങ്ങാട് പൂവച്ചൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവേശിക്കുന്നില്ല, ഫ്ലൈ ഓവർ വഴി പോകും. ഇതാണ് ആദ്യത്തെ കാഴ്ചപ്പാട്. അല്ല, അന്നും മുന്നിൽ വന്നൊരു ചോദ്യം ഇതായിരുന്നു, ഈ ഫ്ലൈ ഓവർ വന്നാൽ ചെറുകിട കച്ചവടക്കാരുടെ ഉപജീവനം മുടങ്ങും. ഇതൊരു ആശയമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഫ്ലൈ ഓവർ എന്നത് ഒരു ആശയമാണ്. ഈ ആശയം ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്തു. കോളേജ് ഓഫ് ആർക്കിടെക്ട്സ്, ആ കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇതൊരു റിസർച്ചായി എടുത്തു. അവരൊരു സ്റ്റഡി നടത്തി. പിന്നെ ഞങ്ങൾ വിവിധ ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു ശക്തമായ എതിർപ്പ് വന്നു. തക്കലയിലെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുട പോകുന്ന അവരുടെ കച്ചവടം നമ്മളത് കേട്ടു. പക്ഷെ അതിനൊരു നിഗമനത്തിലെത്തിയില്ല. എൻജിനീയറിംഗ് വിദഗ്ധരുടെ അടുത്ത് ഒരു റിപ്പോർട്ട് വരാൻ പറഞ്ഞു. ഇതൊരു വിശദമായ അന്വേഷണം, ട്രാഫിക് വോളിയം, ഇതെല്ലാം വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് അവസാനം അവർ തന്നെ കണ്ടെത്തിയത് ഇവിടെ ഫ്ലൈ ഓവർ പ്രായോഗികമല്ല. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കവാടങ്ങൾ, അത് അകത്തേക്കുള്ള കവാടവും പുറത്തേക്കുള്ള കവാടവും ഈ ഫ്ലൈ ഓവറിന് സമീപമായിട്ടാണ് വരുന്നത്. അത് ഭാവിയിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൈ ഓവർ വേണ്ട എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാഴ്ചപ്പാട് ഒഴിവാക്കി. ഈ പ്രക്രിയ നടക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? അപ്പോൾ അവസാനം നമുക്കാദ്യം നമ്മൾ ഈ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു 50 വർഷം CM നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഞങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ കൈയ്യടി കിട്ടാൻ, വികസന നായകനും വികസന നായികയുമാകാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയല്ല, ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായി ദീർഘകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യണം. അപ്പോൾ MLA പറഞ്ഞ് വരുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പം അന്ന് നടക്കാതെ പോയ കാര്യം ഇപ്പോൾ സാധ്യമാകുന്ന സാഹചര്യം വന്നു. അല്ല, അതിൻ്റെ അത് ഇനി ആദ്യം എന്ത് വേണം, ഫ്ലൈ ഓവർ വേണോ വേണ്ടയോ എന്ന വിഷയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അല്ലാതെയും ജനങ്ങളുമായി നടന്ന ചർച്ചകൾ, സ്വാഭാവികമായി ഇതിന് എത്ര നേരം വരാം. അപ്പോൾ ഫ്ലൈ ഓവർ വേണ്ട, റോഡ് വീതി കൂട്ടണമെന്ന് തീരുമാനിച്ചു. പിന്നീട് എന്താ വേണ്ടത്? ഭൂമി ഏറ്റെടുക്കണം, വീതി കൂട്ടാറുള്ള ഭൂമി ഏറ്റെടുക്കണം. ഇതൊരു നീണ്ട പ്രക്രിയയാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 നിയമം, അതിനൊരു 2.5-3 വർഷം വേണ്ടി വരും. ഏത്
ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയും നീണ്ടുപോകും. പക്ഷേ സംഭവം ജനങ്ങളുടെ ആഗ്രഹം എന്താ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിചാരിക്കുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു, പിറ്റേ ആഴ്ച അക്കൗണ്ടിൽ പണം വരും. അക്കൗണ്ടിൽ പണം വരുമ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി പണം ബാങ്ക് ലോൺ കിട്ടുന്നു, നമ്മൾ എടുത്തുന്നു, മേശയിലേക്ക് കൊടുക്കുന്നു, പെയിൻറ്റ് വാങ്ങുന്നു, കല്ല് വാങ്ങുന്നു. ഇതുപോലെ വളരെ പെട്ടെന്ന്, ഇതൊരു തെറ്റല്ല. കാരണം ആളുകളുടെ കാഴ്ചപ്പാട് കൊണ്ട് അവർ കാണത്തുള്ളൂ. കാരണം അവർ അങ്ങനെ ഒരു ശീലമുള്ള അനുഭവമുള്ള ആളുകളല്ല. ഇപ്പോൾ എന്തായി, കോവിഡ് കാലത്ത് തുടങ്ങി ഈ പ്രക്രിയ, വിവിധങ്ങളായ പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അന്വേഷണങ്ങൾ ഒക്കെ നടന്ന് ഏറ്റവും ഒടുവിൽ ഭൂമി ഏറ്റെടുത്തു. ഭൂമി ഏറ്റെടുത്ത് ഉടമകൾക്ക് പണം കൈമാറി. എത്ര പേർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും? ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 10-16 പേർക്ക്, ഇപ്പോൾ 64 പേർക്ക് കൊടുക്കും. ഉദ്ഘാടന വേദിയിൽ 3 പേർക്കാണ് 3 പേർക്കാണ് കൊടുത്തത്. അത് ഈ കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഞാൻ ഈ കാലതാമസത്തിൻ്റെ ഒരു കാരണം ഒരു ഇത് പറയാം. വസ്തുവിൻ്റെ വില കൊടുക്കുന്നു, ആർക്കും പരാതിയില്ലാത്ത ഒരു വില നിശ്ചയിക്കുന്നു, വില കൊടുത്തു. വസ്തുവിന് മാത്രമല്ല, ഈ അവിടെ കുറേ കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാൻ പോവുകയാണ്. ആ വ്യാപാര സ്ഥാപനങ്ങളിൽ വാടക കൊടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. വാടകയ്ക്ക് എടുത്തുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ഈ പൊളിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന, ദിവസക്കൂലി വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. എത്രയായിരിക്കണം നഷ്ടപരിഹാരം? ഇത്തരം നീണ്ട ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോൾ RR പാക്കേജ് പ്രഖ്യാപിച്ച് ഇവർക്ക് പണം കൊടുത്തു. ഇനി ആര് വിചാരിച്ചാലും ടൗൺ വികസനം തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു, റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഉടമകൾക്ക്, ഈ ഭൂമി ഉടമകൾക്കുള്ള എമൗണ്ട് ഈ പറഞ്ഞു കിട്ടി. അതിനുശേഷം അവിടെ സ്ഥാപനങ്ങൾ നടത്തി വർഷങ്ങളായിട്ട് അതൊരു വരുമാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർക്ക്, അവിടെ നിൽക്കുന്ന ജോലിക്കാർ, ഈ ഒരു കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അത് എത്ര നാൾ കൊണ്ട് കൊടുക്കുമായിരിക്കും? ഇനി വലിയ കാലതാമസം. തുക സർക്കാരിൻ്റെ കയ്യിലുണ്ട്, റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. അത് വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കാം. ഞാൻ വിചാരിക്കുന്നത് ഒരു മാസം പരമാവധി. ഇനി വേറെ തടസ്സമൊന്നുമില്ല. കാരണം ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമൊന്നും അതിനെ ബാധിക്കേണ്ട കാര്യമില്ല. ഇതൊരു ചോദ്യമാണ്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഇതിനെ ബാധിക്കില്ലയോ എന്ന് ഒരു സാധാരണ ആളുകൾ ചോദിക്കും. പെരുമാറ്റച്ചട്ടം അതിനെ ബാധിക്കേണ്ട കാര്യമില്ല. കാരണം ഉത്തരവ് നേരത്തെയായി, നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പുതിയ നടപടിക്രമങ്ങൾ ആരംഭിക്കരുത് എന്നേ ഉള്ളൂ. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കരുത് എന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. തുടങ്ങിയ നടപടിക്രമങ്ങൾ തുടരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.